പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. സീതാദേവി ഹനുമാനെ തിരിച്ചറിയുന്നു. ഹനുമാൻ മുദ്രമോതിരം കൈമാറുന്നു. പൊട്ടിക്കരയുകയാണ് സീതാദേവി. എത്ര മാസങ്ങളായി രാമനെ പിരിഞ്ഞിരുന്നിട്ട്. രാമായണത്തിലെ വളരെ വൈകാരികമായ രംഗമാണ്. കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതിനു ശേഷം താൻ ഇവിടെ വന്നു എന്നതിന് ലങ്കയ്ക്കൊരിക്കലും മറക്കാത്തൊരു തെളിവ് നൽകണമെന്ന് ഹനുമാൻ തീരുമാനിക്കുകയാണ്. കേവലമായ ഒരു ദൂതനല്ല, സീതാദേവിയെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നില്ല ദൗത്യം. മറിച്ച് സീതാദേവിയെ കണ്ടെത്തുവാൻ വന്നവൻ ഇത്ര വലിയ പരാക്രമം ഇവിടെ കാണിച്ചു എങ്കിൽ വരാൻ പോകുന്ന രാമൻ എത്തരക്കാരനായിരിക്കുമെന്നൊരു സന്ദേശം നൽകുവാനാണ് ഹനുമാൻ ലങ്കയിൽ വിനാശം വിതയ്ക്കുന്നത്. എന്നിട്ടും കാര്യം രാവണന് മനസ്സിലാകുന്നില്ല. ഇതാണ് കാമഭ്രാന്തിനാൽ ബുദ്ധി അടഞ്ഞുപോയ ഒരുത്തന്റെ ലക്ഷണം. കാമത്താൽ മോഹിക്കപ്പെട്ടവന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല. സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാമായിരുന്നു. ഒരു വാനരൻ, രാമനൊപ്പമുള്ള ഒരു വാനരൻ വന്നിട്ട് ഇത്രയേറെ വിനാശം ഇവിടെ വിതച്ചു എങ്കിൽ രാമൻ എത്തരക്കാരനായിരിക്കും എന്ന് ചിന്തിക്കേണ്ടതാണ്. അവിടെ ഹനുമാൻ എന്തു ചെയ്തു? അശോകവനിയിലെ മരങ്ങൾ പറിച്ചെടുത്ത് എറിയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ രാക്ഷസന്മാർ വന്ന് പിടിച്ചുകെട്ടി രാവണന്റെ മുമ്പിൽ ഹാജരാക്കി. രാവണൻ ചോദിച്ചു എന്താണ് വിഷയം. കാര്യങ്ങളൊക്കെ ഹനുമാൻ വിസ്തരിച്ചു പറഞ്ഞു. അതിനുശേഷം ഹനുമാനെ അപമാനിച്ചയക്കുവാനാണ് തീരുമാനിക്കുന്നത്. ഒരു വാനരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവന്റെ വാലാണ്. ആ വാല് കത്തിച്ചു കളയുവാൻ പറയുന്നു. ഹനുമാൻ വളരെ പാവത്താനെ പോലെ നിന്നുകൊടുത്തു. വാല് നീട്ടി മുഴുവൻ തുണി ചുറ്റി എണ്ണയിൽ മുക്കി വാല് കത്തിച്ചതോടുകൂടി ഹനുമാൻ തൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് ലങ്ക മുഴുവൻ ചാടുകയാണ്. ഹനുമാന്റെ വാല് വന്ന് പതിച്ചിടമെല്ലാം കത്തിജ്വലിക്കുകയാണ്. അവിടെ നോക്കൂ, എവിടെയാണോ ബുദ്ധി ഉപയോഗിക്കേണ്ടത് അവിടെ ബുദ്ധി ഉപയോഗിക്കണം. എവിടെയാണോ ശക്തി ഉപയോഗിക്കേണ്ടത് അവിടെ ശക്തി ഉപയോഗിക്കണം. ഹനുമാന് ലങ്കയെ മുഴുവൻ നശിപ്പിക്കണമെന്നുണ്ട്, രാവണനെ ഒന്ന് കാണണമെന്നുമുണ്ട് മുഖാമുഖം. മുഖത്തു നോക്കി രണ്ട് വാക്കുകൾ ഉജ്ജ്വലമായി പറയുവാൻ ഹനുമാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം മുഖത്തു നോക്കി ഹനുമാൻ പറയുന്നുമുണ്ട്. ഒരിക്കലും മറക്കാത്ത ശിക്ഷ നൽകുന്നുമുണ്ട്. ഹനുമാൻ ലങ്ക മുഴുവൻ കത്തിച്ചു കളയുന്നു. ആയിരക്കണക്കിന് രാക്ഷസന്മാരെയാണ് കൊന്നൊടുക്കുന്നത്. ആ ലങ്ക പുനർനിർമ്മിക്കുവാൻ വേണ്ടി വീണ്ടും ഒത്തിരി സമയമെടുക്കേണ്ടി വന്നിട്ടുണ്ട് രാവണന്. മനസ്സിലാക്കണം, ഇവിടെയാണ് രാവണനെ കാണുവാൻ ചെല്ലുന്ന ഹനുമാൻ രാവണന് കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ഇതിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നതുകൊണ്ട് രാവണന് തൻ്റെ വംശമടക്കം മുടിഞ്ഞുപോയി. ആകെ അവശേഷിച്ചത് വിഭീഷണൻ മാത്രം. അത് രാമന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നിലനിന്നത്. കുംഭകർണൻ, മേഘനാഥൻ, മറ്റു മക്കൾ എല്ലാവരെയും ലക്ഷ്മണന്റെ ബാണമേറ്റ് മരിച്ചു പോകുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള സന്ദേശം എന്താണ്? നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകുന്നു, നമുക്ക് നഷ്ടമുണ്ടാകുന്നു, നമുക്ക് ദുഃഖമുണ്ടാകുന്നു എന്നതിൻ്റെ സൂചനകൾ ആദ്യം കിട്ടുമ്പോൾ അവിടെ വച്ച് അതിനെ തിരുത്തുവാനും മുന്നോട്ട് പോകുവാനും കഴിയുമ്പോഴാണ് ജീവിതം ശരിയായ രീതിയിൽ ടെൻഷൻലെസ് ലൈഫ് എന്ന് പറയുന്ന ആ ജീവിതത്തെ നമുക്ക് സാധ്യമാക്കുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ പലതരത്തിലുള്ള മുന്നറിയിപ്പുകളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ഉദാഹരണത്തിന് കൊറോണയുടെ കാലഘട്ടമാണ്. ചെറിയൊരു തൊണ്ടവേദന വന്നു. അപ്പം നമ്മൾ കരുതും മുമ്പൊക്കെ എത്ര തൊണ്ടവേദന വന്നിട്ടുണ്ട്, അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അതൊക്കെ മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അത്തരം ഒരു തൊണ്ടവേദന എന്ന് ധരിച്ചേക്കരുത്. അതൊരു മുന്നറിയിപ്പാവാം. എങ്കിൽ അപ്പോൾ കണ്ടാൽ, അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് പലതിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയും. സൂചനകളെ അവഗണിക്കരുത്. സൂചനകളെ അവഗണിച്ചാൽ അത് വിനാശത്തെ വിതയ്ക്കും. രാവണൻ സൂചനയെ അവഗണിച്ചു.
ഒരു വാനരന്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ തൻ്റെ സൈന്യത്തിന് മുഴുവൻ കഴിഞ്ഞില്ല എന്നും താൻ നോക്കി നിൽക്കെ ലങ്കയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും വാലുമായിട്ട് ഓടിച്ചാടിയ ഈ ഹനുമാൻ സകലതും കത്തിച്ചു കളഞ്ഞു എന്നതും രാവണന് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വന്നു. അപ്പോൾ സീതയെ തിരിച്ചേൽപ്പിച്ച് രാമനോട് മാപ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ സ്വന്തം ജീവനും കുലവും തിരിച്ചു കിട്ടുമായിരുന്നു. അത് ചെയ്തില്ല. അഹങ്കാരികൾക്കും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും ഇത് സംഭവിക്കുമെന്നാണ് ഇവിടുത്തെ തത്വവിചാരം. മറ്റൊരു തത്വവിചാരവുമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.